2020-ലെ അതികായന്മാർ, യുവനിരയാൽ സമ്പന്നരായ ടീം, പരിശീലകൻ ഗൗതം ഗംഭീറിനെ താരനിബിഡമായ സംഘത്തിൽ നിന്ന് ആദ്യ 11 തെരഞ്ഞെടുക്കുക അതികഠിന പ്രയത്നം. പരിക്ക് മാറി ശുഭ്മാൻ ഗിൽ 2020 ടീമിലുണ്ടെങ്കിലും ആദ്യ മത്സരത്തിൽ ഗംഭീർ ഗില്ലിനെ ഇറക്കിയേക്കില്ല. അഭിഷേകിനൊപ്പം എത്തുക മിന്നും ഫോമിലുള്ള സഞ്ജു സാംസൺ. 2026 ലോകകപ്പ് ടീമിൽ സ്ഥിര സാന്നിധ്യമാകാൻ ലക്ഷ്യമിടുന്ന സഞ്ജുവിനെ ഇനിയുള്ള 10 2020 മത്സരങ്ങൾ നിർണായകം. കേരളത്തിനായി സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിലെ മിന്നും പ്രകടനം ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ പുറത്തെടുക്കാനായാൽ ടീമിൽ ഇടം ഉറപ്പിക്കാം. മുഷ്താഖ് അലി ട്രോഫിയിൽ 2 അർദ്ധ സെഞ്ചുറികളടക്കം അടിച്ചെടുത്തത് 233 റൺസ്. സ്ഥിരതയാർന്ന പ്രകടനമാണ് നായകനായി കേരളത്തിന് വേണ്ടി സഞ്ജു പുറത്തെടുത്തത്. ബാറ്റിംഗിലും ബൗളിംഗിലും ഒന്നിനൊന്ന് മികച്ച സംഘമാണ് ഇന്ത്യ. മികച്ച ഓൾറൗണ്ടർമാരുടെയും സംഘം. ആരെ ഒഴിവാക്കുമെന്നത് മാത്രമാണ് ആശങ്ക. ഗിൽ കളിച്ചില്ലെങ്കിലും മികച്ച നിരയെ ഇറക്കാനുള്ള ശേഷി ടീമിനുണ്ട്. അഭിഷേക് സഞ്ജു ഓപ്പണിംഗ് സഖ്യത്തിന് പിന്നാലെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, ഹാർദിക് പാണ്ഡ്യ, ശിവം ദുബെ, അക്ഷർ പട്ടേൽ, വാഷിംഗ്ടൺ സുന്ദർ തുടങ്ങി വാലറ്റം വരെ നീളുന്ന ബാറ്റർമാരുടെ കരുത്താണ് ഇന്ത്യക്ക്. ജസ്പ്രീത് ബുംറയ്ക്കൊപ്പം അർഷ്ദീപ് സിംഗോ ഹർഷിത്തോ ഏതെങ്കിലും ഒരു പേസറാകും ടീമിലെത്തുക. സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായി കുൽദീപോ വരുണോ കളിച്ചേക്കും. മറുവശത്ത് 2020-ൽ തിരിച്ചുവരവിനാണ് ദക്ഷിണാഫ്രിക്ക ഒരുങ്ങുന്നത്. അവസാന 2020-ൽ പാകിസ്ഥാനോടേറ്റ പരമ്പര തോൽവിയിൽ നിന്ന് കരകയറണം പ്രോട്ടീസിനെ. പാകിസ്ഥാനോട് കളിച്ച ടീമിൽ നിന്ന് 7 മാറ്റങ്ങളുമായിട്ടാണ് ദക്ഷിണാഫ്രിക്ക ഇന്ത്യക്കെതിരെ ഇറങ്ങുന്നത്. 2020-ൽ ഗംഭീറിന് കീഴിൽ അതുല്യ പ്രകടനമാണ് ഇന്ത്യ നടത്തുന്നത്. 22 2020 മത്സരങ്ങളിൽ 20-ലും ജയം. പരാജയപ്പെട്ടത് 2 എണ്ണത്തിൽ മാത്രം. വിജയ ശതമാനം 90.90. പാകിസ്ഥാനെ ഫൈനലിൽ വീഴ്ത്തി ഏഷ്യ കപ്പും ഗംഭീറിന് കീഴിൽ ടീം നേടി. ലോകകപ്പിന് മികച്ച സംഘത്തെ ഇറക്കാൻ 2 ടീമിനും ഈ പരമ്പര നിർണായകം. കട്ടക്കിൽ 6 കട്ടക്ക് പിടിക്കുമെന്ന് കാത്തിരിക്കാം.